എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദി ഫിഗർ ആർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഇവിടെ കുറെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് വരച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്? രണ്ട് സ്ക്വയേഴ്സ് ഇവിടെ ഉണ്ട്, ഒരു ഔട്ടർ സ്ക്വയറും ഒരു ഇന്നർ സ്ക്വയറും. ഇതിന്റെ സൈഡ്സിന്റെ ലെങ്തുകളുടെ റേഷ്യോ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ? ഔട്ടർ സ്ക്വയറിന്റെ വൺ സൈഡും ഇന്നർ സ്ക്വയറിന്റെ വൺ സൈഡും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. at one side of the equilateral triangle 2x എടുക്കാം. ഈ 2x എടുക്കാൻ കാരണം ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് 2x എടുത്തത്. അപ്പോൾ വൺ സൈഡ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ 2x എടുക്കുന്നു. എക്സ് എടുത്താലും മതി, എക്സ് എടുത്താൽ ഫ്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 2x. വൺ സൈഡ് എല്ലാ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസും സെയിം ആണ്. ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതെല്ലാം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ആ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെ വൺ സൈഡ് ഞാൻ 2x എടുത്തു. അപ്പൊ ഇത് 2x, ഇത് 2x, ഇത് 2x. അപ്പോ ഈ ഡിസ്റ്റൻസ് ST കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് നോക്കാം. AS 2x ആണ്. AT എന്ന് പറയുന്നത് 2xന്റെ ഹാഫ്. AP എന്ന വൺ സൈഡിന്റെ ഹാഫ് ആണ് AT. അപ്പൊ ഇത് x വരും, ഇത് 2x വരും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ST എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2x the whole square minus x square. അതായത് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ മൈനസ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2x ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ ആണ്. മൈനസ് x സ്ക്വയർ എന്ന് വരും. അതായത് 3x സ്ക്വയർ. റൂട്ട് ഓഫ് 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3 ഇൻറ്റു റൂട്ട് ഓഫ് x സ്ക്വയർ. റൂട്ട് ഓഫ് x സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പൊ റൂട്ട് 3x ആണ് എന്തെന്ന് പറയുന്നത്? ഈ ST എന്ന് പറയുന്ന ഈ നീളം. ST എന്ന് പറയുന്ന ഈ നീളം റൂട്ട് ഓഫ് 3 ഇൻറ്റു എക്സ്. ഓക്കെ. ഇനി അപ്പൊ AQ എന്ന് പറയുന്നത് ഈ നീളം, അതായത് ഇത് റൂട്ട് 3x ആണ്, ഇത് റൂട്ട് 3x വരുമല്ലോ. രണ്ട് ട്രയാങ്കിൾ സെയിം ആണ്. അപ്പൊ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? റൂട്ട് 3x പ്ലസ് റൂട്ട് 3x, അതായത് 2 റൂട്ട് 3x. അതായത് AQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2 റൂട്ട് 3x ആയിരിക്കും. അതുപോലെ DQ 2x ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം വൺ സൈഡ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ DQ. അപ്പൊ DQ 2x ആണ്. അപ്പൊ ഇതിന്റെ വൺ സൈഡ് എന്ന് പറയുന്നത് ഇത്രയാണ് ഔട്ടർ സ്ക്വയറിന്റെ വൺ സൈഡ്, അതായത് 2x പ്ലസ് 2 റൂട്ട് 3x. ക്ലിയർ ആയോ? അത്രയും പറഞ്ഞത്. അപ്പൊ AD ഈസ് ഈക്വൽ ടു 2 റൂട്ട് 3x പ്ലസ് 2x. അതായത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും കൂടി ചേരുന്നതാണ്. അത് നമുക്ക് എന്ത് എഴുതാം? 2 വെളിയിലെടുത്ത് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. കാരണം ഈ 2 ഇതില് കോമൺ വെളിയിലെടുത്തു, ബാക്കി റൂട്ട് 3 പ്ലസ് 1 എക്സും വെളിയിലെടുത്തു. അപ്പൊ 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ് ഔട്ടർ സ്ക്വയറിന്റെ വൺ സൈഡ്. ഇനി ഇന്നർ സ്ക്വയറിന്റെ വൺ സൈഡ് എന്താന്ന് നോക്കാം. ഇന്നർ സ്ക്വയറിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ RE ആണ്. RE എന്ന് പറയുമ്പോൾ ഏതാ? ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഏത് കുറയ്ക്കുന്നതാണ്? ഈ വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കുറയ്ക്കുന്നത്. അതായത് ഇത്രയും 2 റൂട്ട് 3x ആണെന്ന് കിട്ടി. ആ 2 റൂട്ട് 3x നിന്ന് ഇത്രയും അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാലൻസ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? വൺ സൈഡ് ഓഫ് ദി ഇന്നർ സ്ക്വയർ. അപ്പോ 2 റൂട്ട് 3x നിന്ന് വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് റൂട്ട് 2x ഈസ് സബ്ട്രാക്റ്റഡ്. അപ്പൊ 2 റൂട്ട് 3x മൈനസ് 2x, അത് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു എക്സ്. അപ്പൊ എന്ത് കിട്ടി? ഔട്ടർ സ്ക്വയറിന്റെ വൺ സൈഡ് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു എക്സ്. ഇന്നർ സ്ക്വയറിന്റെ വൺ സൈഡ് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു എക്സ്. അത് തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് AD ഈസ് ടു RE ആണ് നമുക്ക് വേണ്ടത്. അതായത് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു എക്സ് ഈസ് ടു 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു എക്സ്. അതിൽ കോമൺ ഫാക്ടറി ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം, എക്സ് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് റൂട്ട് 3 പ്ലസ് 1 ഈസ് ടു റൂട്ട് 3 മൈനസ്. അപ്പോൾ അവിടെ ഔട്ടർ സ്ക്വയറിന്റെ വൺ സൈഡും ഇന്നർ സ്ക്വയറിന്റെ വൺ സൈഡും തമ്മിലുള്ള റേഷ്യോ റൂട്ട് 3 പ്ലസ് 1 ഈസ് ടു
√3 - 1. ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മറ്റൊരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് √2 is equal to 2 into √2/3 and √3/8 equal to 3 into √3/8. Find other numbers like this. ഇത് പ്രൂവ് ചെയ്തിട്ട് ഇതുപോലുള്ള വേറെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. √2 and 2/3. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 and 2/3 എന്ന് പറയുമ്പോൾ 2 into 3 6 plus 2 8 8/3 എന്ന് എഴുതാം. അപ്പോൾ √2/3 എന്ന് പറയുന്നത് √8/3 ആണ്. അപ്പോൾ √8/3 നമുക്ക് √x/√y √x/y എന്ന് പറഞ്ഞാൽ √x/√y എന്ന് എഴുതാം. അപ്പോൾ √8/3 can be written as √8/√3 and √8 can be simplified as 2√2. എന്താ കാരണം? 4 into 2 ആണ് 8. അപ്പോൾ √4 into √2. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2√2/√3 എന്ന് പറയുന്നത് 2√2 into 2/3. അപ്പോൾ അതിൽ √x/√y √x/y ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ എഴുതാം? 2 into √2/3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? √2 into 2 and 2/3 equal to 2 into √2/3. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. സെക്കൻഡ് പാർട്ട് ഇതുപോലെ പ്രൂവ് ചെയ്യാം. √3/8 equal to √3/8 മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ആക്കുന്നു. 3 into 8 24 plus 3 27/8. അപ്പോൾ √27/√8 എന്ന് എഴുതാം. √27 നേരത്തെ പറഞ്ഞ പോലെ 9 into 3 ആണ് 27. അപ്പോൾ √9 into √3 അതായത് 3√3/√8. അപ്പോൾ 3 into √3/8. അപ്പോൾ അത് പ്രൂവ് ചെയ്തു കേട്ടോ. 3 into √3/8. അപ്പോൾ √2/3 same as 2 into √2/3. √3/8 same as 3 into √3/8. അപ്പൊ ഈ രൂപത്തില് മറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കി. ഇവിടെ 2 ആ 2 തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 അതേ 3 തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ? ഈ സെയിം ആണ്. പിന്നെ ഇവിടെ 3 എന്ന് പറയുന്നത് കണ്ടോ എന്ത് വരും നോക്കിയാൽ 2ന്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്ന, ഇവിടെ 3യുടെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്ന 8 അല്ലെ? അപ്പൊ ഇത് n എടുത്താൽ ഇത് n/n² - 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതാണ് √n + n/n² - 1. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഈ n² - 1 LC ആയിട്ട് എടുക്കുന്നു. അപ്പൊ n² - 1 LC ആയിട്ട് എടുക്കുമ്പോൾ n² - 1 into n ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്റർ n² - 1 ആയിട്ട് എടുത്തു. അപ്പൊ n² - 1 into n പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ മാറിയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ n തന്നെ. ആ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ? എന്ത് കിട്ടും? n³ സിംപ്ലിഫൈ n² into n3 n² into 1 n plus n. -n plus n 0 ആയി പോകും. ബാക്കി n³ n² - 1 വരും. ആ n³ നമുക്ക് എന്ത് ചെയ്യാം? n² into n/n² - 1 എഴുതാം. അതായത് ഇതിൽ നിന്ന് n³ നിന്ന് n² വെളിയിലെടുത്തു. അപ്പൊ √n² into √n/n² - 1 √n² എന്ന് പറഞ്ഞ n. അപ്പൊ n into √n/n² - 1. അപ്പോ ഈ രൂപത്തിൽ വരുന്നതെല്ലാം ഈ രൂപത്തിൽ കിട്ടും. അപ്പൊ എന്താണ് പ്രത്യേകത? n + n/n² - 1. അപ്പൊ അതുപോലെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പൊ 4/15 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും ഡിനോമിനേറ്റർ. 16 - 1. അത് 5/24 5ന്റെ സ്ക്വയർ 25 25 എന്ന് 1 കുറയ്ക്കുന്നത് 24. അപ്പൊ 5/24. 6/35 കാരണം 6ന്റെ സ്ക്വയർ 36 36 എന്ന് 1 കുറയ്ക്കുന്നതാണ് 35. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ നമ്പേഴ്സ് എഴുതാം. ഇതെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. √4 4/15 is same as 4 into √4/15. √5 5/24 is equal to 5 into √5/24. അങ്ങനെ ഇതെല്ലാം ഈ രൂപത്തിൽ വരുന്ന, അതായത് n + n/n² - 1 എന്ന രൂപത്തിൽ വരുന്ന എല്ലാ എക്സ്പ്രഷൻസും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമ്പേഴ്സ് അതുപോലെ എഴുതാം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ 5th ക്വസ്റ്റ്യൻ ആണ്. Among the pairs given below, find those for which the quotient of the first by second. ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് നാച്ചുറൽ നമ്പർ ആവുന്നത് ഫ്രാക്ഷൻ ആവുന്നത് ഒക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ √72 and √2.
അപ്പോൾ √72/√2 ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? √72/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് √36 എന്ന് എഴുതാം. ആൻഡ് √36 is 6. അപ്പോ ഇത് റാഷണൽ നമ്പർ ആണ്, ഇത് റാഷണൽ നമ്പർ ആണ്. അത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു റാഷണൽ നമ്പർ ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണ്. അപ്പോ നാച്ചുറൽ നമ്പർ കിട്ടി. ഓക്കെ, വേറെ എക്സാമ്പിൾ √27/√3 അത് നോക്കാം. √27/√3 നമുക്ക് √27/3 എന്ന് എഴുതാം. 27/3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ √9 3 അതും നാച്ചുറൽ നമ്പർ ആണ്. അടുത്തത് √125/√50 അപ്പൊ √125/50 എന്ന് എഴുതാം. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 125നെ 15നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ √5/2 എന്ന് കിട്ടും. ഇത് നാച്ചുറൽ നമ്പർ അല്ല. √5/2 ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ ഇവിടെ ഈ റാഷണൽ നമ്പറിനെ മറ്റൊരു റാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ റാഷണൽ നമ്പർ തന്നെ കിട്ടി. ഇവിടെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് കിട്ടിയത്. വേറെ എക്സാമ്പിൾ നോക്കിയോളൂ. √10/√2 അപ്പൊ √10/2 എന്ന് എഴുതാം. √5 അപ്പൊ √5 കണ്ടോ, അതായത് ഈ റാഷണൽ നമ്പർ ആണ്, ഇത് റാഷണൽ നമ്പർ ആണ്. ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതും ഈ റാഷണൽ നമ്പർ ആണ്. വേറെ ഒരെണ്ണം √20/5 √20/5 എന്ന് എഴുതാം. √20/5 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ √4 ദാറ്റ് ഈസ് 2 ആണോ. ഇവിടെ നാച്ചുറൽ നമ്പർ തന്നെയാണ് വന്നത്. അതായത് ഒരു റാഷണൽ നമ്പറിനെ മറ്റൊരു റാഷണൽ നമ്പറോട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് നാച്ചുറൽ നമ്പർ അല്ലേ, റാഷണൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാ റാഷണൽ നമ്പേഴ്സ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കിയോളൂ. അപ്പൊ ഇവിടെ നാച്ചുറൽ നമ്പർ കിട്ടി. √18/8 ദാറ്റ് ഈസ് √18/8 എന്ന് എഴുതാം അല്ലെ. 18/8നെ വെട്ടി കുറയ്ക്കാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ √9/4 എന്ന് വരും. √9/4 വരും. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ എന്ത് കിട്ടി? 3/2 ഒരു ഫ്രാക്ഷൻ കിട്ടി. അപ്പോ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ തന്നെയാണ്. അപ്പോ ഒരു റാഷണൽ നമ്പറിനെ മറ്റൊരു റാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റാഷണൽ നമ്പറും വരാം, ഇറാഷണൽ നമ്പറും വരാം. അതിൽ നാച്ചുറൽ നമ്പർ കിട്ടിയ എക്സാമ്പിളും അതുപോലെ ഫ്രാക്ഷൻ കിട്ടിയ എക്സാമ്പിളുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.